മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനെ സ്കൂളുകൾ, കോളേജുകൾ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, മൃഗാശുപത്രി തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന നടപ്പാത കാടുകയറി ഉപയോഗശൂന്യമായി. മാസങ്ങൾക്ക് മുൻപ് റോഡിന് കുറുകെ വീണ കൂറ്റൻ മരം നീക്കം ചെയ്യാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ദിവസവും നൂറുകണക്കിന് വിദ്യാർത്ഥികളും സർക്കാർ ഉദ്യോഗസ്ഥരും റെയിൽവേ യാത്രക്കാരുമടക്കം ആശ്രയിക്കുന്ന പ്രധാന വഴിയാണിത്. റോഡിനു കുറുകെ വീണുകിടക്കുന്ന മരം കാരണം കാൽനടയാത്ര പോലും അസാധ്യമായിരിക്കുകയാണ്. ഇതിനു പുറമെ റോഡിന്റെ ഇരുവശങ്ങളിലും കാടുപിടിച്ചതിനാൽ പാത ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. റോഡിന്റെ ഇരുവശത്തും വളർന്നു നിൽക്കുന്ന പൊന്തക്കാടുകൾക്കിടയിൽ വിഷജന്തുക്കളെ കണ്ടു തുടങ്ങിയതായി നാട്ടുകാർ പറയുന്നു. പകൽ സമയങ്ങളിൽ പോലും ഈ വഴിയിലൂടെ നടക്കാൻ ഭയപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മരം വീണിട്ട് മാസങ്ങളായിട്ടും തദ്ദേശ ഭരണകൂടമോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിട്ടില്ല. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഈ അനാസ്ഥയ്ക്കെതിരെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അടിയന്തരമായി മരം നീക്കം ചെയ്യാനും കാട് വെട്ടിത്തെളിച്ച് നടപ്പാത സഞ്ചാരയോഗ്യമാക്കാനും അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ശക്തമായി ആവശ്യപ്പെടുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പഞ്ചായത്തിലേക്ക്, സ്കൂള്, കോളേജിലേക്ക് നടന്നു പോകുന്ന ഏറ്റവും അടുത്ത ഒരു വഴിയാണ് ഇത്. കാട് മൂടി കിടക്കുന്നു. കൂടാതെ ഒരു വലിയൊരു മരം തന്നെ ഇവിടെ വീണിട്ട് വഴി തടസ്സമായിട്ടാണുള്ളത്. ഇത് വലിയ നടന്നു പോകുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇത് എത്രയും പെട്ടെന്ന് മുറിച്ച് മാറ്റി ഇതൊരു നടന്നു പോകാനുള്ള ഒരു വഴിയാക്കി ഒരുക്കി കൊടുക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.